ഹായ് സ്റ്റുഡൻസ്. സോ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഡാറ്റാബേസിനെ കുറിച്ചും അതുപോലെ തന്നെ കുറച്ച് ഡാറ്റ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അപ്ലിക്കേഷൻസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് എന്താ പറയുക പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് നോളജിനെ കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യണം. സോ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ജസ്റ്റ് ഓടിച്ചു പോയൊരു ടോപ്പിക്കാണ് ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കിയുള്ള മറ്റൊരു യൂണിറ്റാണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത്. ഓക്കെ, യെസ്. അതിൻ്റെ പേരാണ് എന്ത്? ഡാറ്റാ ബേസ് സിസ്റ്റം. ഓക്കെ, ഇതും കുറേ തിയറീസും കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ളത് കാര്യങ്ങളാണ്. കുറച്ചുകൂടെ പ്രാക്ടിക്കലാണ് കാര്യങ്ങൾ. സോ ഞാനൊന്ന് എന്ത് ചെയ്യാം, ഓടിച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. യെസ്. സോ ഫസ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താ പഠിക്കുന്നത്? അണ്ടർസ്റ്റാൻഡ് ഹൗ സ്ട്രക്ചർഡ് ഡാറ്റാബേസ് പെർ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് എങ്ങനെയാണ് ഡാറ്റാബേസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഡിസൈൻ ആൻഡ് ക്രിയേറ്റ് ഡാറ്റാബേസ് ടേബിൾസ്, എങ്ങനെയാണ് ഡാറ്റാബേസ് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താ പറയുക അതെന്താ ടേബിൾസ് ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ മേക്സ് ദ യൂസ് ഓഫ് മൈക്രോസോഫ്റ്റ് ആക്സസ് സിമ്പിൾ database application involving the creation of back-end database and the front-end form of the capturing processing. സോ നോക്കിക്കോ, മൈക്രോസോഫ്റ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഡാറ്റാബേസിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നതും എങ്ങനെയാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ റിട്രയൽ ഓഫ് ഡാറ്റ, ലാസ്റ്റ് എങ്ങനെയാണ് ഡാറ്റ റിട്രൈവ് ചെയ്യുന്നതെന്നൂടെ പഠിക്കാനുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഡാറ്റാബേസ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. സോ അതാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. എ ഡാറ്റാബേസ്, എന്താ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഈസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ ഫോർ ജനറേറ്റിംഗ് യൂസ്ഫുൾ ആൻഡ് ഡിസിഷൻ വർത്തി ഇൻഫർമേഷൻസ്. ഇറ്റ്സ് എ കളക്ഷൻ, അതെന്താണ്? ഒരു കൂട്ടമാണ്. എന്തിൻ്റെ? ഓഫ് ഡാറ്റ. അതായത് ഡാറ്റകളുടെ, ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? വിവരം. ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ എടുക്കുക. അപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് പല എന്താ പറയുക സംസ്ഥാനങ്ങളിലും പല എന്താ പറയുക വാല്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ പല പല എന്തായിരിക്കും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്ത്രീകളും പുരുഷന്മാരുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻ്റ് ഉണ്ടാവും. സപ്പോസ് നമ്മൾ ഈ വിവരങ്ങളൊക്കെ ശേഖരിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ആ വിവരങ്ങളൊക്കെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഡാറ്റ എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താ പറയുക വിവരങ്ങൾ, ഏത് തരത്തിലുള്ള വിവരങ്ങളും ആവാം. ഓക്കെ, യെസ്. സോ അതിൻ്റെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായോ? ഓക്കെ, അതെന്ന് പറയുന്നത് എന്തിനാണ് ആ ഡാറ്റാബേസ് ഹെൽപ്പ് ചെയ്യുക? ഇറ്റ് ഈസ് യൂസ്ഫുൾ, അത് നമുക്ക് ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, ആൻഡ് ഡിസിഷൻ വോത്തി, തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഡാറ്റകൾ ആവശ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് consists of an organized collection of interrelated data for one or more users. സോ നോക്കണ, ഇത് ഓർഗനൈസ് ചെയ്തതായിരിക്കും എന്ന് പറയുന്നത്. ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡാറ്റ നമ്മൾ അലങ്കോലമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് അതിന് പിക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. സോ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യണം. ഇൻ ഡിജിറ്റൽ ഫോം. ഏത് ഫോമിൽ? നമ്മൾ ബുക്സ് ഒക്കെ അടുക്കി വെക്കുന്നത് അതിനല്ല. അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് ലൈബ്രറിയിൽ ഒരുപാട് ഡാറ്റ ഉണ്ട് അല്ലേ? ആ ഡാറ്റകളാണ് ആ ബുക്സ് ആയിട്ട് ഇരിക്കുന്നത്. ആ ബുക്സ് അടുക്കി വെച്ചതുപോലെ അല്ല എന്ത് നമ്മുടെ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. എന്താ? ഡിജിറ്റൽ ഫോമിലാണ് ഉള്ളത്. വി ഫൈൻഡ് ദ സെവറൽ എക്സാമ്പിൾസ് ഓഫ് ഡാറ്റാബേസ്. ഓക്കെ, യെസ്. ഇപ്പോൾ ബാങ്ക്, ലൈബ്രറി, ബസ്, റെയിൽവേ സ്റ്റേഷൻ, റിസർവേഷൻ സിസ്റ്റം, ഇതൊക്കെ പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? ഡാറ്റാബേസിന് എക്സാമ്പിൾ. അപ്പോൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എ ലോജിക്കൽ വേ സ്റ്റോറിങ് ഡാറ്റ ഇൻ എ സിസ്റ്റമാറ്റിക്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു? വെറും ഡാറ്റാബേസ് അല്ല. അപ്പോൾ ഡാറ്റാബേസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? എന്താ ഡാറ്റാബേസ് മാനേജ്മെന്റ്? അപ്പോൾ ഈ ഡാറ്റാബേസ് മാനേജ്മെന്റിലൂടെ എന്താ കിട്ടുന്നത്? ഡാറ്റനെ സിസ്റ്റമാറ്റിക് ആയിട്ട്
സ്റ്റോർ ചെയ്യാനും യൂസ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇതിലൂടെ നേടിയെടുക്കുന്നത്. ഓക്കെ, which overcome several limitations such data inconsistency. അതെന്ത് ചെയ്യും, നമ്മുടെ ഈ ഡാറ്റനെ ഡീൽ ചെയ്യുന്നത് അതല്ലെങ്കിൽ ഡാറ്റനെ നമ്മൾ ഓർഡർ ചെയ്യുന്നതിലൊക്കെ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റേഷൻസ് ഒക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, യെസ്. ഫോർ എക്സാമ്പിൾ ആണ് ഡ്യൂപ്ലിസിറ്റി. ഒന്നറിയുന്നത് ചിലപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ വരും, സെയിം സാധനം രണ്ടു വട്ടം റെക്കോർഡ് ചെയ്യാം. ഡിഫിക്കൽട്ടി ആൻഡ് ആക്സസിങ് ഡാറ്റ, ചിലപ്പോൾ ഒരുപാട് ഡാറ്റ ഉണ്ടാകുമ്പോൾ നമുക്കത് ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ അതുമായിട്ട് ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഡാറ്റ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എടുക്കേണ്ടി വരും. ഓക്കെ, സപ്പോസ് നമുക്ക് പൈസ തരാനുള്ള എന്താ പറയുക ഡെപ്റ്റേഴ്സിൻ്റെ മാത്രം ഡാറ്റ എടുക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് പൈസ നമ്മൾ കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സിൻ്റെ മാത്രം എടുക്കേണ്ടി വരും. അതൊക്കെ ആവശ്യാനുസരണം എടുക്കേണ്ടി വരും. ഓക്കെ, യെസ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം, ഇതിനെല്ലാം പാടെ കളക്റ്റീവ്ലി കോൾഡ് ആണ് എന്ത്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതുപോലെ തന്നെ ഡാറ്റ സെക്യൂരിറ്റി പ്രോബ്ലംസ്, എന്താ പറയുക ഡാറ്റ റിലേറ്റഡ് എന്ത് ചെയ്യാം, ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസ് വരാം. In order to understand the data is stored in the database, it's a procedure reliable and meaningful information. റിയലബിൾ ആയിരിക്കണം, വിശ്വസിക്കാൻ പറ്റണം, മീനിങ് ഫുൾ ആയിരിക്കും. എന്തെങ്കിലും ഡാറ്റ അല്ല, അത് മീനിങ് ഫുൾ, അതായത് ഒരു അർത്ഥം ഉണ്ടാവണം അതിന്. ഓക്കെ, യെസ്. The process of structuring database comprise the following elements. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡാറ്റാബേസിൽ എന്താ കുറേ ഡാറ്റാസ് ഉണ്ട്, അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഓർഡറിലോട്ട് എത്തിക്കുക, നമ്മുടെ ആവശ്യാനുസരണം അത് എടുക്കാനും നല്ല റിയലബിൾ ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത, ഡ്യൂപ്ലിക്കേഷൻസ് ആണ് രണ്ടെണ്ണം, ഒരേ ഡാറ്റ രണ്ടെണ്ണം ഇല്ലാത്ത, അങ്ങനെ നമ്മൾ ഡാറ്റനെ നല്ല എന്താ പറയുക സെക്യൂറും സേഫായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് അത്. അല്ലെങ്കിൽ അതേ ഒരു ഓർഡറിൽ ഇപ്പോൾ സപ്പോസ് നമ്മളോട് ചോദിക്കും ഒറ്റയടിക്ക് ഡെപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും. സോ അങ്ങനെ എന്താ പറയുക ഇങ്ങനെ നമ്മൾ അതിനെ മാനേജ് ചെയ്യുന്നതിനാണ് ഡാറ്റ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മാനേജ്മെൻറ്റ് സിസ്റ്റം. സോ അതിന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. സോ അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ താഴെ പറയുന്നത്. ഫസ്റ്റ്, റിക്വയർമെൻറ്റ് അനാലിസിസ് ഇസ് ദ ഫസ്റ്റ്. ഇറ്റ് ഈസ് എ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജാണ് റിക്വയർമെൻറ്റ് അനാലിസിസ്. While designing a database, the stage involves assessing the information needs of an organization, also referred to reality. സോ നോക്കണം, ഏത് തരത്തിലുള്ള ഡാറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് പറ്റുക, ആദ്യം ഒരു ഐഡിയ വേണം, അതായത് ഡാറ്റ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. The data's requirements are used as a source of database design such as. അപ്പം നമ്മുടെ ഡാറ്റയുടെ റിക്വയർമെൻറ്റ്സ്, ഡാറ്റ ഉപയോഗിച്ച് പല നമുക്ക് ആവശ്യങ്ങളുണ്ടാവും. നമ്മുടെ ആവശ്യാനുസരണമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടത്, ഡാറ്റ എന്ത് ചെയ്യേണ്ടത് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടതും എല്ലാം ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യം എന്താണെന്ന് നോക്കിയതിനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കട്ടെ. ഫസ്റ്റ്, അപ്പോൾ ഈ ഡാറ്റ റിക്വയർമെൻറ്റ്സിൽ താഴെ പറയുന്നത്, അതായത് ഡാറ്റയുടെ പല കാര്യങ്ങൾ നോക്കുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഡാറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ്, ഡാറ്റ സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാബേസ്. ഫസ്റ്റ് നമ്മൾ ഡാറ്റ എവിടെ സ്റ്റോർ ചെയ്യണം, ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യണം. ഡാറ്റാബേസ് ഞാൻ എന്താ പറഞ്ഞു, നമ്മൾ ഈ ഡാറ്റനെ എല്ലാം പാടെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലം, അതിന് ഡാറ്റാബേസ്. ഫ്രീക്വൻസി ഓഫ് ഡാറ്റ ഈസ് ടു ബി മോഡിഫൈഡ്. ഓക്കെ, ഫ്രീക്വൻസി ഓഫ് ഡാറ്റ അതെന്ന് പറയുന്നത് ഡാറ്റയുടെ ഒരു പ്രോപ്പർട്ടിയാണ്. അത് എങ്ങനെയാണ് അതിൻ്റെ എത്ര തവണ റെക്കോർഡ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, ഡാറ്റനെ പറ്റില്ല. യൂസർ ടൈപ്പ് ഓഫ് ഡാറ്റാബേസ്, ആർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റണം, എങ്ങനെയാണ് അതിൻ്റെ ഡാറ്റയുടെ ആക്സസ് കൊടുക്കേണ്ടത് കാര്യങ്ങൾ. ലെവൽ ഓഫ് ഹാർഡ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവൈലബിൾ. ഹാർഡ്വെയർ എങ്ങനെ നമ്മൾ ഇത് ചെയ്യണോ അതോ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യണോ, അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. വിൽ ദ ഡാറ്റാബേസ് ബി യൂസ്ഡ് എനി അതർ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ, വേറെ എന്തെങ്കിലും ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡാറ്റാബേസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി ഒരു ഹൈപ്പോത്തറ്റിക്കൽ കേസ്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ കേസാണ് യുണീക്ക് ഇലക്ട്രോണിക്സ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ നീഡ് ടു ബി റെപ്രസെൻറ്റ് കൺസെപ്റ്റ്ലി വിത്ത് ദ
ഫുൾ ഡിസ്ക്രിപ്ഷൻ. സാധാരണ പറയാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അക്കൗണ്ടിങ്. സോ അക്കൗണ്ടിങ്ങിൽ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻ നമ്മൾ പറയില്ല, നമ്മൾ നരേഷനൊക്കെ എഴുതൂലേ, അതൊക്കെ അതിൻ്റെ പാർട്ടാണ്. അതായത് അതിനെ പറ്റിയുള്ള മാക്സിമം എന്താ പറയുക ഇൻഫർമേഷൻസ് ശേഖരിച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. വൗച്ചേഴ്സ് എക്സിബിറ്റ് ഡേറ്റ് ആൻഡ് ഇപ്പം നോക്കണം, വൗച്ചേഴ്സ് ആകുമ്പോൾ വൗച്ചേഴ്സിൽ എന്തൊക്കെ വേണം? ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ, എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ, അക്കൗണ്ട് നെയിം, അക്കൗണ്ട് കോഡ്, ഓക്കെ, നാരേഷൻ, ഇത്രയും കാര്യങ്ങൾ ഒക്കെ വൗച്ചേഴ്സ് ആണല്ലേ. നമ്മൾ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വൗച്ചേഴ്സ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വൗച്ചേഴ്സ്. സോ ആ വൗച്ചേഴ്സ് ഒക്കെ കൃത്യമല്ലേ എന്നുള്ളത് പരിശോധിക്കണം. അതിൽ താഴെ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ തന്നെ, ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ, എമൗണ്ട് ഓഫ് എന്താ പറയുക എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ ആർക്കാണ് കൊടുത്തത് തുടങ്ങിയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ വേണം. ഓക്കെ, യെസ്. ദെൻ ദ സപ്പോർട്ടഡ് ഡോക്യുമെന്റ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ അക്കൗണ്ടിങ് വൗച്ചർ. ഇനി ചിലപ്പോൾ ഇതിന് വൗച്ചറിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചിലപ്പോൾ വാറണ്ടി കാർഡ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടെ എന്ത് ചെയ്യണം, അറ്റാച്ച് ചെയ്യണം. These transfers are documented with respect to the category of accounts affected. These are classified to categories. ഇനി നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഈ ഡാറ്റാസ് നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആവശ്യാനുസരണം നമുക്ക് ഇതിൽ നിന്ന് റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റുമോ? റിട്രൈവ് ചെയ്തെടുക്കാൻ അതിന് ആവശ്യാനുസരണം നമുക്ക് എന്താ പറയുക ലയബിലിറ്റീസ് വേണമെങ്കിൽ ലയബിലിറ്റി വസർ. അപ്പോൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യും. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? എക്സ്പെൻഡിച്ചർ, ചെലവ്, ഇൻകം, അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. നമ്മുടെ ആ ഒരു 5 ഹെഡ്സ് തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യും. ഇനി അടുത്തൊരു സ്റ്റെപ്പാണ് കൺസെപ്ച്വൽ ഡിസൈൻ. ആഫ്റ്റർ കളക്ടിങ്, നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്തു, ആൻഡ് അനലൈസിങ് ദ ഓൾ റിക്വയർമെൻറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണ് ആവശ്യകത? ഇത് ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞു, എന്തിന് സ്റ്റോർ ചെയ്യുന്നു, എന്തൊരാവശ്യത്തിനാണ്, എങ്ങനത്തെ ഡാറ്റ നമുക്ക് ആവശ്യമാണെന്നുള്ളത് ഓരോ കമ്പനികളുടെയും ഇപ്പം നിങ്ങൾക്ക് കുറച്ച് നോളജ് ഉണ്ടാവുള്ളൂ. ഓരോ കമ്പനിയുടെയും നേച്ചർ മാറുന്നതിനനുസരിച്ച്, നേച്ചർ മാറുക എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്, അതിൻ്റെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് എന്ത് മാറും? ആ കമ്പനിയുടെ റിക്വയർമെൻറ്റ്സ് മാറും, ആവശ്യങ്ങൾ മാറും. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഗോൾഡ്, ഓക്കെ, ഒരു സ്വർണ്ണക്കടയിൽ ഉണ്ടാകുന്ന ഇൻവെൻട്രി സിസ്റ്റം ഉണ്ടല്ലോ, അവിടുത്തെ സ്റ്റോക്കൊക്കെ വാല്യൂ ചെയ്യുന്നത് പോലെയല്ല ഒരു സ്റ്റേഷനറിയുടെ കട സ്റ്റോക്ക് മാനേജ് ചെയ്യാം. കാരണം ഈ സ്വർണത്തിൽ ചിലപ്പോൾ ഒരു പവൻ പോയാൽ മതി, അത് എത്ര ഉണ്ടാകും? വളരെ കുറച്ചല്ലേ. സോ അവിടെ ഒന്നുകൂടെ ഹൈ സെക്യൂർ ആയിട്ടുള്ള ഡാറ്റാബേസും അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള രീതികൾ അവിടെ അവലംബിക്കണം. പക്ഷേ ഇവിടെ സ്റ്റേഷനിൽ ഒരു ബിസ്ക്കറ്റ് ആരെങ്കിലും 10 രൂപയുടെ എടുത്തുകൊണ്ട് വെച്ച് കൊണ്ടുപോട്ടെ നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. സോ അപ്പം അങ്ങനത്തെ നേച്ചർ ഓഫ് ബിസിനസ് മാറുമ്പോൾ റിക്വയർമെൻറ്റ്സ് മാറും. മനസ്സിലായോ? അപ്പം പലചരക്കിലുള്ള സിസ്റ്റം അല്ല എവിടെ ഉണ്ടാവുക, ഗോൾഡിലുണ്ടാവുക. അപ്പം അതാണ് പറയുന്നത്. അപ്പോൾ ആദ്യം റിക്വയർമെൻറ്റ്സ് നമ്മൾ മനസ്സിലാക്കണം. അതിൽ നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ആർക്കൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്? ചിലപ്പോൾ ഒരാൾക്ക് മാത്രം യൂസ് ചെയ്താൽ മതി, ചില ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ആൾക്കാർക്ക് ഡാറ്റയിൽ കൊണ്ടുവരേണ്ടി വരും, യൂസ് ചെയ്യാൻ കൊടുക്കേണ്ടി വരും. ഓക്കെ, യെസ്. ഇനി അങ്ങനെ കൺസെപ്റ്റിൽ ഡെവലപ്പ് ഡാറ്റാബേസ് നോൺ ആസ് ഇക്വിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം. അങ്ങനെ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു ഡാറ്റാബേസ് സിസ്റ്റം ഉണ്ടാക്കും. സിസ്റ്റം എന്താ വഴിയെ പറയും, അതിനെ നമ്മൾ പറയുന്നത് എൻറ്റിറ്റി റിലേഷൻഷിപ്പ്, ER എന്ന് പറയും. ER diagram consists of entities attribute related to these entities are their relationship. Entities real data objectives. ഇനി നോക്കേ, entity a real object distinguished from other object. An entity is describing a set of attributes. അതായത് നമ്മളുടെ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താടാ, നമ്മുടെ റിയൽ വേൾഡിലുള്ള ഏതൊരു കാര്യത്തിനും, ഇപ്പോൾ കമ്പനീസ് ആണെങ്കിലോ ആ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അതിൻ്റെ ഓരോ അട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഡിസ്ക്രൈബ് ആൻ എൻറ്റിറ്റി. എൻ്റെ ഒരു എൻറ്റിറ്റിക്ക് എന്തുണ്ടാവും, ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാവും, ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടാവും. റിലേഷൻഷിപ്പ് എന്ന് എന്താ പറഞ്ഞാൽ റിലേഷൻഷിപ്സ് ആർ യൂസ്ഡ് ടുഗെദർ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ്. ഓക്കെ, അതായത് ഇപ്പോൾ കുറേ എൻറ്റിറ്റീസിന്, ഇപ്പോൾ നമ്മൾ കുറേ ആൾക്കാർക്ക് കടം കൊടുക്കാണ്ടാവില്ലേ, ദാറ്റ് ഈസ് കോൾഡ് എൻറ്റിറ്റീസ്. ഓക്കെ, അവരൊക്കെ ഓരോ എൻറ്റിറ്റിയാണ്. നമുക്ക് കുറേ ആൾക്കാർ പൈസ തരാനുണ്ടാവും, അവരൊക്കെ എൻറ്റിറ്റിയാണ്. ഓക്കെ, അത് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി. ഇനി അടുത്താണ് ലോജിക്കൽ ഡിസൈൻ. ഇറ്റ് റെപ്രസെൻറ്റ്
ഡാറ്റ മോഡൽ ത്രൂ ദ ഡിസൈൻ. ഡിസൈൻ നമ്മളിങ്ങനെ റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു എന്താ പറയുക പലതരത്തിലുള്ള ഡിസൈൻ നമ്മൾ താഴെ കാണട്ടോ. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യും. ഫോം ടു ഇന്റർ റിലേറ്റഡ് ഡാറ്റ ടേബിൾസ്. ഇന്റർ റിലേറ്റഡ് പല പല കണക്ഷനോടുകൂടെ ഒന്നൊന്ന് കണക്ട് ആയിട്ട് താഴെ കാണിച്ചു തരാട്ടെ ഞാനൊരു എക്സാമ്പിളിലൂടെ. കണക്ഷൻ ഫോർ എക്സാമ്പിൾ ആണ് ഇപ്പം അസറ്റ്സിൽ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുമ്പോഴാണ് കറണ്ട് അസറ്റ്, ഫിക്സ്ഡ് അസറ്റ് എന്നൊക്കെ വരുന്നത്. മനസ്സിലായി? അപ്പോൾ അതൊക്കെ ശരിക്കും എന്താ കണക്റ്റഡ് ടേബിൾസ്. അപ്പോൾ അസറ്റ്സ് എന്ന് പറയുന്നതും കറണ്ട് അസറ്റ്സിൻ്റെ ടേബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താ കണക്റ്റഡ് ടേബിൾസ്. അക്കോർഡിംഗ് ടു ദ എമർജൻസ് ഓഫ് 5 ടേബിൾസ് ഇൻ ഹൈപ്പർ യൂണിക് കേസസ്. സാധാരണ എന്താ താഴെ പറയുന്ന ടേബിൾസ് ഒക്കെ ഉണ്ടാവും. എംപ്ലോയി ടേബിൾ, വൗച്ചേഴ്സ് ടേബിൾ, സപ്പോർട്ട് ടേബിൾ, അക്കൗണ്ട് ടൈപ്പ് ടേബിൾ. ഇങ്ങനത്തെ ടേബിൾസ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോജിക്കലി നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കൺസിഡർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ വോട്ടേഴ്സ് ആൻഡ് അക്കോർഡിംഗ്. ഇപ്പോൾ നോക്കിക്കോ, ഇനിയിപ്പോൾ എങ്ങനെയാണ് നമ്മളിതിന് ഒരു ഡാറ്റിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ശ്രദ്ധിക്കാം. ഫസ്റ്റ് നോക്കണം, വോച്ചേഴ്സ് വന്നിട്ടുണ്ട്, പല പല വോച്ചേഴ്സ്. സജിന് ഒരു 5 ലക്ഷം തുടങ്ങി. A2 എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വോച്ചർ നമ്പർ ഉണ്ട് 4 ലക്ഷം. ക്യാഷ് ഡെപ്പോസിറ്റ് എന്താ പറയുക ഒരു 4 ലക്ഷം. പിന്നെ ഗുഡ്സ് പർച്ചേസ് ഒരു 1 ലക്ഷം. പെയ്ഡ് ടു ക്യാരേജ് 200. ഗുഡ്സ് സോൾഡ് ടു കൃപ ആൻഡ് ഇത് ഇത്ര 1,50,000. ജ്യോതി ബ്രോസ് ഞാൻ എന്ത് ചെയ്തു ഇവിടേക്കൊന്ന് പർച്ചേസ് ചെയ്തു 2,50,000. സോൾഡ് ഗുഡ്സ് ടു മിസ്റ്റർ. അങ്ങനെ താഴെ പറയുന്ന കുറേ ട്രാൻസാക്ഷൻസ് തന്നു. ഇനി നോക്കിക്കോ, അപ്പോൾ ഇത്രയും ട്രാൻസാക്ഷൻസ്. ഇനി ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രൂപത്തിൽ നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ നമ്മൾ ആ രൂപത്തിൽ നമ്മളിതിനെ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ എങ്ങനെയാണ് ഇത് ക്ലാസിഫൈ ചെയ്ത് ചെയ്യുന്നതെന്ന് നോക്കാൻ പോവാണ്. സോ ഇപ്പം നമ്മുടെ ഇൻഡിവിജ്വൽ അക്കൗണ്ട്. അപ്പോൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് നോക്കിക്കോ. ഇപ്പം ഇൻഡിവിജ്വൽ അക്കൗണ്ടിന് ഞാൻ ഓരോ നമ്പർ കൊടുക്കണം. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു മെയിൻലി നമുക്ക് 5 തരം ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഒന്നാണെങ്കിൽ അതൊരു ക്യാപിറ്റലായിട്ട് റിലേറ്റഡ് ആയ ട്രാൻസാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അത് ലയബിലിറ്റി ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ അത് അസറ്റ്സ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ അത് റവന്യൂ പറഞ്ഞാൽ ഇൻകം. അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ. ഇതല്ലാത്തതിനൊക്കെ ഞാൻ ഓരോ നമ്പർ കൊടുക്കണം. ഓക്കെ, ഇനി എന്താ പറയുക, അപ്പോൾ ഇതിനെ ഓരോ ഗ്രൂപ്പാക്കി മാറ്റാൻ പോവാം. കാരണം എങ്ങനെയാണ് തോന്നിയ പോലെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ നിന്ന് ഡാറ്റ ഒന്നും റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം എങ്ങനെ വെച്ചിട്ട് അത് റിട്രൈവ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നോക്കി, അപ്പോൾ ഉണ്ടോ ഞാൻ ഓരോന്നിനും നമ്പർ കൊടുത്തു. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇനി ഓരോന്നിനും ഓരോ നമ്പർ കൊടുക്കാൻ പോകട്ടോ. ഇപ്പോൾ നോക്കടാ, ഷെജ്നാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാവില്ലേ, അതിന് 5. അത് നമ്മൾ ക്യാപിറ്റൽ 5 എന്നല്ല ഇവിടെ പറഞ്ഞു. യെസ്. ലയബിലിറ്റീസ് ആകുമ്പോൾ ജ്യോതി എന്ന് പറയുന്നത് നമ്മൾ പുള്ളിയുടെ ഒന്ന് പർച്ചേസ് ചെയ്തതാണ്. സോ പുള്ളിക്ക് 4 കൊടുത്തു. സജനാസ് ഡ്രോയിങ്സ് എന്ന് പറയുന്നതും ലയബിലിറ്റി ആയതുകൊണ്ട് അതിന് 4 കൊടുത്തു. ഇപ്പോൾ ലയബിലിറ്റീസിനൊക്കെ എന്ത് കൊടുക്കും, 4 കൊടുത്തു. ഇനിയെന്ന് പറയുന്ന അസറ്റ്സ് ആണ്, ഫർണിച്ചർ അത് ഇത് എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ നമ്മൾ എന്ത് കൊടുത്തു, 3 കൊടുത്തു. ഇനി റവന്യൂ എന്ന് പറയുന്നതിനെ നമ്മൾ 2 കൊടുത്തു. ഓക്കെ, യെസ്. ബാക്കി എക്സ്പെൻഡിച്ചറിന് നമ്മൾ 1 കൊടുത്തു. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അക്കോർഡിംഗ് ടു സ്കീം, അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ ഇതാക്കി. സജനാസ് ക്യാപിറ്റൽ ഉണ്ടോ, നമ്മൾ ഇതിട്ട് തന്നെ ഉണ്ടോ കാറ്റഗറൈസ് ചെയ്തു. ക്യാപിറ്റൽ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്യാപിറ്റൽ. അതിൽ തന്നെ നോക്കടാ, 5 എന്ന് പറഞ്ഞാൽ അണ്ടർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഹെഡ്. ക്യാപിറ്റലിൽ തന്നെ നമ്മൾ അതിനെ വീണ്ടും ഡിജിറ്റൽ അക്കൗണ്ട് കോഡ് കൊടുക്കട്ടെ. നമ്മൾ ഓരോ കോഡ് അറേഞ്ച് ചെയ്യണം ഇങ്ങനെയായിട്ട്. ഓക്കെ, ഇപ്പോൾ സജിൽ തന്നെ നമുക്ക് നോക്കിയാലോ, സജിനയുടെ ക്യാപിറ്റലും ഉണ്ട്, നവീൻ്റെ ക്യാപിറ്റലും ഉണ്ട്. അപ്പോൾ നോക്കണം, ഈ 5ൽ വീണ്ടും 1, 2 എന്ന് കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പം വേണമെങ്കിൽ അതിനെ ഇങ്ങനെ എഴുതാം, 5, 1. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇനി നോക്കാം, രണ്ടാമത്താണ് ലയബിലിറ്റീസ് തന്നെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇവിടെ വേറൊരു കാര്യം. ഇവിടെ 5 അതിലുണ്ടോ, ഇതിൽ ലയബിലിറ്റീസ് നമ്മൾ 4 കൊടുത്ത്, അതിൽ ലോങ് ടേം ലയബിലിറ്റീസ് നമ്മൾ 4, 1 കൊടുത്തു. എന്തുകൊടുത്തു, 4, 1. ഇനി കറണ്ട് ലയബിലിറ്റിന് എന്ത് കൊടുത്തത്, 4, 3 കൊടുത്തു. ഓക്കെ, യെസ്. ഇപ്പോൾ ഇതിലുള്ള ആൾക്കാരൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്, ഇല്ലാത്ത നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി അടുത്ത് നോക്കണം, അസറ്റ്സിന് നമ്മൾ എന്ത് കൊടുത്തു, 3 കൊടുത്തു. അതിൽ ഫിക്സ്ഡ് അസറ്റിന് നമ്മൾ 3, 1 കൊടുത്തു. അതിലും വീണ്ടും 1, 2, 3 എന്നാണ് താഴെ വീണ്ടും ഉണ്ട്. ഓക്കെ,
ഇനി കറണ്ട് അസറ്റിന് നമ്മൾ 3.2 എന്ന് കൊടുത്തു, അതിൽ കുറേ വേറെ എണ്ണം മനസ്സിലായോ? യെസ്. ഇനി അടുത്ത റവന്യൂ നമ്മൾ 2 എന്ന് കൊടുത്തു, അതിൽ സെയിൽസ് എന്താ പറയാ അവിടെ ഓക്കെ. സോ അപ്പോൾ സെയിൽസിന് ഞാൻ പറഞ്ഞു അതൊരു റവന്യൂ ആയിട്ടാണ്. സോ അതിൽ അപ്പോൾ സെയിൽസിന് അത് 2ന്റെ താഴെ കൊടുത്തു. സെയിൽസിന് നമ്മൾ 2 എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, സോ അതിൻ്റെ താഴെ കൊടുത്തു. ഓക്കെ. ഇനി എക്സ്പെൻഡിച്ചർ നമ്മൾ 1 കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതിൽ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് നമ്മൾ 1 കൊടുത്തു, റവന്യൂ എക്സ്പെൻഡിച്ചറിന് നമ്മൾ 1 കൊടുത്തു. സോ ഇപ്പോൾ നോക്കിക്കോ, ഇപ്പോൾ നമ്മളെല്ലാത്തിനും നമ്പർ കൊടുത്തു. ഇപ്പോൾ നോക്കിക്കോ, സജ്നാസ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതിനൊരു അക്കൗണ്ട് കോഡ് ഉണ്ട്, എത്ര? 5. ഓക്കെ, 50. അപ്പോൾ 5 എന്ന് പറയുന്നത് എന്താ പറയുക, 50 എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. അതിൽ നമ്മൾ ഒന്നാമത്തെ ആളായിട്ടാണ് ആരെ കൊടുത്തത്? അപ്പോൾ 5001. അപ്പോൾ ഞാൻ നോക്കി കാണിച്ചു തരാം. ഇതിലിപ്പോൾ ക്യാപിറ്റൽ ഉണ്ടോ? ക്യാപിറ്റൽ നമ്മൾ 5 എന്ന് കൊടുത്തു, അതിൽ 01 എന്ന് പറഞ്ഞിട്ടാണ് അതിൽ ഒന്നാമത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ 4ഉം 5ഉം, അപ്പോൾ എല്ലാ ഇതിനെയും, അപ്പോൾ ക്യാപിറ്റൽ 5 ആണെങ്കിലും 50 എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് 50 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ മെയിൻ അക്കൗണ്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 500 ആണ്. ഈ 5002 എന്ന് പറഞ്ഞാൽ അതേതാ? നവീൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ നമ്പർ വെച്ച് അതുപോലെ തന്നെ നോക്കണം, ജ്യോതിസിന് നമ്മൾ, കാരണം ഇവിടെ നമ്മൾ നോക്കിയേ ഈ ക്യാപിറ്റലിന് ഒരു നമ്പറുള്ളൂ, പക്ഷേ നമ്മൾ നോക്കിയ ഇവിടെ നോക്കിയാൽ ഇപ്പം നോക്കട്ടെ, ഈ എക്സ്പെൻഡിച്ചറിലാണ് 1 ആണെങ്കിലും 1, 2 എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് 2 ഡിജിറ്റ് എന്തിനു ഉദ്ദേശിക്കുന്നതാണ്? വിച്ച് അക്കൗണ്ട്, ഏത് അക്കൗണ്ട്? ലയബിലിറ്റി ആണെങ്കിൽ ലയബിലിറ്റി അക്കൗണ്ട്, ലയബിലിറ്റിയിൽ ഏത് അക്കൗണ്ട്? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 2 ഡിജിറ്റ് അതിനെ സൂചിപ്പിക്കുന്നതാണ്. രണ്ടാമത്തെ 2 ഡിജിറ്റോ അതിൽ എത്രാമത്തത്? ഓക്കെ, ക്യാപിറ്റൽ അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് 50. അപ്പോൾ ഒരു 2 ഡിജിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഡിജിറ്റ് ഇല്ലാത്തതുകൊണ്ട് 0 എന്ന് ഇട്ടാൽ മതി. ഇപ്പൊ ജ്യോതിസിന് നോക്കണം, 4301. ഇപ്പൊ ഉണ്ടോ അതിൽ 43 ഉണ്ട്. അപ്പൊ ഫസ്റ്റ് 2 ഡിജിറ്റ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 41. എന്താ? കറന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞ ഹെഡിലാണ്. അതിൽ ഒന്നാമത്തെ ആളാണ് എന്ത്? ജ്യോതി ബ്രോസ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, തുടങ്ങി ഓരോത്തിനും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്പർ ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് ഓരോ എല്ലാത്തിൻ്റെ നമ്പേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ അക്കൗണ്ട് ടൈപ്പും കൊടുത്തിട്ടുണ്ട്, 342 എന്നൊക്കെ പറഞ്ഞു. ഇതാണ് സ്ട്രക്ചർ ഓഫ് ഡാറ്റാബേസ്. ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റാബേസിനെ സ്ട്രക്ചർ ചെയ്യുന്നത്. ഓക്കെ, ഉണ്ടോ? ഇനിയിപ്പോൾ നോക്കേ, ഇനി വൗച്ചേഴ്സ് ടേബിൾ കാണിക്കുന്നത് ക്രെഡിറ്റ് ഉണ്ട്, അവിടെ ഒരു നമ്പർ, കമൻസ്മെൻറ്റ്, എന്താ പറയുക, ഡേറ്റ്, എമൗണ്ട്, ഡെബിറ്റ് ഉണ്ട്, A1, അതിൻ്റെ ടേബിളാണെന്ന് പറയാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഡാറ്റനെ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി അപ്പോൾ ഡാറ്റനെ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തില്ലേ, ഇപ്പം നമ്മൾ അറേഞ്ച് ചെയ്തല്ലോ. യെസ്, ഇങ്ങനെ അറേഞ്ച് ചെയ്തതിനെയാണ് നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക്, അപ്പോൾ അതോടുകൂടി അത് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഓരോ ഇതിനും പറയാം, ഓരോ ട്രാൻസാക്ഷൻസും നമുക്ക് ഓരോ നമ്പർ കൊടുക്കാൻ പറ്റും. ആ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ആ ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനൊക്കെ പറ്റും. നമുക്കിതിൽ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. സോ നമ്മൾ അത് മാത്രം നോക്കിയാൽ. ഇനി മൈക്രോസോഫ്റ്റ് അസസ് ഇൻട്രൊഡക്ഷൻ. എന്താ മൈക്രോസോഫ്റ്റ് അസസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് വൺ ഓഫ് ദ പോപ്പുലർ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ടു ക്രിയേറ്റ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡാറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് മൈക്രോസോഫ്റ്റിൻ്റെ. ഓക്കെ, access the certain capabilities bring the closer to database management സിസ്റ്റത്തിനെ നമ്മളൊന്ന് ഷോർട്ടായിട്ട് പറയുന്നത് DBMS എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റാബേസ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ എന്നിട്ട് അതിൽ ഓരോന്നും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള തുടങ്ങിയ കുറേ കമ്പ്യൂട്ടറിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ താഴെ പറയുന്നത്. ഓക്കെ,
അപ്പോൾ അത് നിങ്ങളത് ജസ്റ്റ് വായിച്ചു നോക്കുക കേട്ടോ. കാര്യമായിട്ട് അതിലൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, ഇനി എന്താ പറയുക, ക്ലിയറിംഗ് ടേബിൾസ് ഇൻ എക്സസ്. ഓക്കെ, ഫോളോയിങ് ആർ സ്റ്റെപ്സ് ടു ക്രിയേറ്റ് ടേബിൾ ടാസസ്. എങ്ങനെയാണ് നമ്മൾ ടേബിൾസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, ടെസ്റ്റും മെമ്മറി നമ്പറും ഡേറ്റ് ഓട്ടോമാറ്റിക് കറൻസി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഓരോ പ്രോസസ്സുകൾ പറയാം. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫീൽഡ് ഫസ്റ്റ് ആണ് ടെസ്റ്റ് ടു യൂസ് ദ സ്ട്രിംഗ് ക്യാരക്ടർ വേർഡ്സ് നമ്പേഴ്സ്. ഓക്കെ, നമ്പേഴ്സ് അറിയാലോ. ദ മാക്സിമം ലെങ്ത് ഓഫ് എ ടെസ്റ്റ് ഫീൽഡ്, ഒരു ഫീൽഡിൽ നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റ്. ഓക്കെ, അത് എത്രയായിരിക്കണം? 255 ലെറ്റേഴ്സേ പറ്റത്തുള്ളൂ. ഉണ്ടോ? ക്ലിക്ക് ടേബിൾ ഒബ്ജക്റ്റ് അലോസ് ദ ടേബിൾ ക്ലിക്ക്. അതായത് നമ്മൾ ഈ ഒരു എന്താ പറയുക, നമ്മൾ ഈ ഒരു ടേബിൾസും കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ടേബിളും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ കുറേ ഇതെന്ന് പറയുന്നത് കുറേ എന്താ പറയുക, നമ്മുടെ കുറച്ച് ഡിജിറ്റൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ആക്ച്വലി ഇവർ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ഡാറ്റാബേസിൽ ചെയ്യുന്ന കുറേ പ്രോസസ്സുകളാണ് നമ്മൾ താഴെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. സോ നമ്മൾ എങ്ങനെയാണ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ. സോ അതൊക്കെ നമ്മൾ പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ വൈസിൽ നോക്കുന്നതായിരിക്കും ഇവിടെ ബെറ്റർ. ഓക്കെ, നിങ്ങൾ കുറച്ച് വായിച്ചു നോക്കുക. സോ അതുപോലെ തന്നെ ഇതിൻ്റെ എന്താ പറയുക, ഇതിൽ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് എന്താണ് DBMSൻ്റെ ഫുൾ ഫോം എന്താണ്, അതുപോലെ തന്നെ MSSS എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതിന് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് DBMSൻ്റെ ഫുൾ ഫോം എന്തായിരുന്നു? ഡ്രോയിങ് ഉണ്ട്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലേ. അപ്പോൾ ഇതാണ് ഫുൾ ഫോം. എന്തിനാണ് DBMSൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, MSSS ഈസ് എ എന്താണ് MSSS എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, യെസ്. ദ ടേം ഫീൽഡ്, ഇതൊക്കെ കുറേ ഒരു ടെക്നിക്കൽ ടേംസ് ആണ്. ദ ടേം ഫീൽഡ് അപ്ലൈഡ് ഡാറ്റാബേസ് മീൻസ് എന്താ? വേർട്ടിക്കൽ കോളം ഓഫ് ദ ടേബിൾ ആണ്. ഇതൊക്കെ ഓരോന്നും അവിടെ ടേബിൾ എന്താണ്, ടെസ്റ്റ് എന്താണെന്നൊക്കെ തുടങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുക. പിന്നെ അടുത്തതാണ് നാലാമത്തെ എന്താ? SQL സ്റ്റാൻഡ് ഫോർ, SQLൻ്റെ ഫുൾ ഫോം എന്താ? സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നാണ്. ഓക്കെ, ദ ഡിഫോൾട്ട് എക്സ്റ്റൻസ് ഓഫ് MS 2017 എന്താണെന്നുള്ളത്. ഓക്കെ, അതിൻ്റെ ACCBD എന്ന് പറയുന്നതാണ്. ഓക്കെ, യെസ്, 2007. പിന്നെ ഇൻ ഓർഡർ ടു റിട്രൈവ് സെലക്ട് ഡാറ്റ മീനിങ് എ സ്പെസിഫൈഡ് ക്രൈറ്റീരിയ ഫ്രം 2 ഡിഫറെൻറ്റ് ടേബിൾസ് ഓഫ് അസസ് ഡാറ്റാബേസ് വി മേക്ക് യൂസ് ഓഫ്. അതിൻ്റെ ഏതിൻ്റെ മേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ അതിൻ്റെ ഓപ്ഷൻ ക്വറി എന്നുള്ളതാണ്. ഓക്കെ, യെസ്. റിട്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അതിൽ നിന്ന് പിക്ക് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ 2 ഡിഫറെൻറ്റ് ടേബിൾസും നമ്മൾ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ക്വയറി. ഓക്കെ, നമ്മളൊരു ക്വയറി കൊടുത്താൽ നമുക്ക് അത് കിട്ടും. ദ എക്സ്പെക്റ്റഡ് വെൽ ഫോർമാറ്റഡ് പ്രിൻ്റബിൾ ഡാറ്റ ഫ്രം ആക്സസ് ഡാറ്റാബേസ് വി മേ യൂസ് എന്താണ്? റിപ്പോർട്ട്. ഓക്കെ, ആ പ്രിൻ്റബിൾ ഡാറ്റാബേസിന് നമുക്ക് കിട്ടുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നത്. സോ ഇങ്ങനെ തുടങ്ങി നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഇതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടേംസുകൾ അത് പരിചയപ്പെടുക എന്നുള്ളതാണ് ആക്ച്വലി ഇതിൽ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കിത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞതുണ്ടോ, ഇവിടെ എന്താ പറയുക, പല പല കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്വറി ടേബിൾ എന്താണ്, ക്രിയേറ്റ് ക്വറി ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സോ നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക, ഡാറ്റാബേസ് ടേബിൾ റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഇനഫ്. പിന്നെ
അതിൻ്റെ ആൻസർ തണ്ട ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് എന്ത് ഇപ്പം നമ്മൾ MCQs ചെയ്തില്ലേ അതിൻ്റെ ആൻസർ. ഇനി അതിൻ്റെ താഴെ ഉള്ളതിൻ്റെ ഒക്കെ ആൻസർ തണ്ട ഇവിടെ താഴെ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യെസ്. വാട്ട് യു ലേൺഡ്, നമ്മൾ സിമ്പിളായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്നുള്ളത് ഇവിടെ അതിൻ്റെ ഒരു സമ്മറി എന്ത് ചെയ്തിട്ടുണ്ട്. QRL IBM എന്താ പറയുക, അതുപോലെ തന്നെ സോഹോ, എന്താ സോഹോ, സ്മാൾ ഓഫീസ് ഹോം ഓഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സമ്മറീസ് നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ അതോടുകൂടെ ഏത് കഴിഞ്ഞു, നമ്മുടെ ഈ ഒരു ചാപ്റ്ററും അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് കഴിഞ്ഞു. ഓക്കെ, യെസ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റൊരു ഇതിലെന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. അതുപോലെ തന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ഒരു ഡാറ്റനെ മാർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം.